എടാ മോനെ, ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ആക്കിയപ്പം എന്റെ മനസ്സില് വെയ്പ്പിനെ കുറിച്ച് പറയാൻ വേണ്ടി വരുന്നു. വെയ്പ്പിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം അതിനുവേണ്ടി എന്റെ മനസ്സിലുണ്ടായിരുന്നേ. ബട്ട് ഓ മൈ ഗോഡ്, അല്ലാഹ് പഠിച്ചോനെ, അതിലും പ്രധാനപ്പെട്ടൊരു കാര്യം എടാ, കാരണം ഇവിടെ കുറെ റിയാക്ഷൻ വീഡിയോസ്. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഓരോ സ്ത്രീകൾ അവരുടേതായ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അല്ലെങ്കിൽ വസ്ത്രധാരണം അല്ലെങ്കിൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയുന്ന വീഡിയോസ് കണ്ടിട്ട് ആ വീഡിയോസ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വെക്കും. അപ്പം ആൾക്കാർ കാണുമല്ലോ, കാരണം അവര് അങ്ങനെ വെക്കുന്നു, അത് ഇവര് തുടങ്ങുന്നു, അതിൽ ആൾക്കാർ കാണുന്നു, ഓക്കെ നോക്കുന്നു. അപ്പം റിയാക്ടർ വരുന്നു, ഈ പെണ്ണിന്റെ ഇത് കണ്ടില്ലേ, അത് കണ്ടില്ലേ, ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പുതിയ തലമുറയ്ക്ക് വരും, ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്ന് വെച്ചാൽ അത്ര അസഭ്യമായ വൃത്തികെട്ട രീതിയിൽ ഇവര് സംസാരിക്കുന്നു. ഈ റിയാക്ടേഴ്സ് എടാ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളൂ, ഈ സ്വാതന്ത്ര്യം പാടില്ലേ? കാരണം ഇവിടെയാണ് ഇപ്പോഴും ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഈ ഇങ്ങനായിട്ട് ഇവരാണ് ഏറ്റവും കൂടുതൽ ഈ കുറ്റം പറയുകയും അത് ചെയ്യും എന്ന് ആരും കാണാണ്ട് അമ്മാതിരി കഴപ്പത്തരം കാണിക്കുന്നവന്മാർ ഈ കുറ്റം പറയുന്നവരാ. അത് വേറെ കാര്യം. എന്നിട്ട് ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു കണ്ടന്റ് ഇടുന്നവരുടേതാക്കിയിട്ട് നെഗറ്റീവ് ആയിട്ട് പറയുന്നു. പിന്നെ കേരളത്തിലും ഭാരതത്തിലും നെഗറ്റീവ് കേൾക്കാൻ ആൾക്കാർ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് അത് ബാക്കിയുള്ളവർ നോക്കിയിരിക്കും, അവർക്ക് വ്യൂസ് ഇടും, റീച്ച്, ഷെയർ. 10, 50,000, 70,000 ഷെയർ ഒക്കെ. ഏതോ 2 സ്ത്രീകള്, ഇപ്പൊ ഇത് കണ്ടപ്പോഴേ എനിക്കൊരു കലി വന്നത്, ഒരു രണ്ട് സ്ത്രീകൾ ഇങ്ങനെ ഇരുന്നിട്ട് അവരുടെ എന്തോ ഫാന്റസിയാണ്, കാറി പോകുന്നു, അതാണ്, പിന്നെ അവർക്ക് ഈ ഇഷ്ടമുള്ള ഡ്രസ്സാണ്, അങ്ങനെ എന്തോ സംതിങ് 2 വീഡിയോസ് കണ്ടു. എടാ, ഇതൊന്നും ഒരു വലിയ കാര്യമല്ല. ഇത് കണ്ടിട്ട് അടുത്ത തലമുറ അതായി പോകുന്നു. എന്റെ പൊന്നു മക്കളെ, എപ്പോഴാണ് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് കളഞ്ഞിട്ട് കുറ്റം പറയുന്നില്ല. ഇതൊക്കെ വെറും പ്രഹസനം. ഇങ്ങനെ പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ ഉള്ളിന്റെ ഉള്ളിൽ ചീഞ്ഞ് നാറിയ വിഷം നിറച്ചിട്ട് ബാക്കി സ്വന്തം അപ്പുറത്തേക്കൂടെ നടക്കുന്നവരെ സ്ത്രീകളെ പോലും ഫോർ എക്സാമ്പിൾ ടൈറ്റ് ഡ്രസ് ഇട്ട് അത്ര അസഭ്യമായ രീതിയിൽ ചിന്ത പോകുന്നവര് ഇങ്ങനെയുള്ള മനോഭാവം ഉള്ളവരാണ്. മനസ്സിലായോ? ഒരു തെറ്റ് പറയുന്നതല്ല, ഇങ്ങനെ